ഇന്നലെ പുലർച്ചെ പുറപ്പെടേണ്ടിയിരുന്ന ദമാം തിരുവനന്തപുരം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഇന്ന് പുറപ്പെടും. സൗദി സമയം രാവിലെ 11 മണിക്കാണ് വിമാനം പുറപ്പെടുക. സാങ്കേതിക തകരാർ മൂലം നിരവധി തവണ യാത്ര മാറ്റിവെച്ചിരുന്നു. മിഷാൽ ചെർപ്പുളശ്ശേരി വിവരങ്ങൾ നൽകും. മിഷാൽ, ഈ ഓണം പ്രമാണിച്ച് നാട്ടിലേക്ക് എത്തുന്ന ഒരുപാട് യാത്രക്കാരുണ്ടാകും. അപ്പോൾ ഇന്നലെ പുലർച്ചെ പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ്. അതിപ്പോൾ സാങ്കേതിക പ്രശ്നമൊക്കെ പരിഹരിച്ച് ഇന്ന് എപ്പോൾ പുറപ്പെടും? ദിവ്യ പറഞ്ഞതുപോലെ ഇന്നലെ പുലർച്ചെ 4-ന് ദമാമിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ടതായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ്. എന്നാൽ സാങ്കേതിക തകരാറിനാൽ സർവീസ് മാറ്റിവെക്കുകയായിരുന്നു. 2 തവണ യാത്രക്കാരെ വിമാനത്തിൽ കയറ്റിയെങ്കിലും വിമാനത്തിലെ എയർ കണ്ടീഷൻ കൃത്യമായി പ്രവർത്തിക്കാത്തതിനാൽ റൺവേ വരെ എത്തിയ വിമാനം വീണ്ടും എയർപോർട്ടിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു. തുടർന്ന് വീണ്ടും സാങ്കേതിക വിദഗ്ധരെത്തി വിമാനത്തിൽ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതേ തുടർന്ന് യാത്രക്കാർ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്നാണ് താമസിക്കാനുള്ള ഹോട്ടൽ അടക്കമുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ഇന്നലെ രാത്രി ഏറെ വൈകി വിമാന കമ്പനി നൽകാൻ തയ്യാറായത്. ഇന്ന് രാവിലെ സൗദി സമയം 11 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം 1:30 യാത്ര ആരംഭിക്കാൻ കഴിയുമെന്നാണ് വിമാന കമ്പനി അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ യാത്രക്കാർക്ക് ഇപ്പോഴും ഉറപ്പില്ല. കാരണം ഇന്നലെയും 3-ലധികം തവണ ഇത്തരത്തിലുള്ള ഉറപ്പ് കമ്പനിയുടെ അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നു. നിലവിൽ കൊടും ചൂടാണ് സൗദിയിലുള്ളത്. ഈ ഒരു കൊടും ചൂടിൽ 4 മണിക്കൂറിലധികം യാത്രക്കാരെ വിമാനത്തിൽ ഇരുത്തി എന്നടക്കമുള്ള വലിയ രീതിയിലുള്ള പരാതികളാണ് നിലവിൽ വിമാന കമ്പനിക്കെതിരെ യാത്രക്കാർ ഉയർത്തുന്നത്. വിമാന കമ്പനിയുടെ അനാസ്ഥ കുട്ടികളും പ്രായമായവരും അടങ്ങുന്ന നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികളെ വലിയ രീതിയിൽ പ്രയാസത്തിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഗൾഫ് സെക്ടറിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിമാനങ്ങൾ വൈകുന്നതും റദ്ദാക്കുന്നതും സാധാരണ സംഭവമായിരിക്കുകയാണ്. നാട്ടിലെ ഓണത്തിനും അതോടൊപ്പം തന്നെ ഗൾഫിലെ സ്കൂൾ തുറക്കലിനുമായി യാത്ര ചെയ്യുന്ന കുടുംബങ്ങളടക്കം വലിയ പ്രയാസമാണ് ഇതുമൂലം അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച 5 വിമാനവും ബുധനാഴ്ച 3 വിമാനവുമാണ് ഇത്തരത്തിൽ ഈ ഒരു ഗൾഫ് കേരളം സെക്ടറിൽ വൈകുകയോ അതല്ലെങ്കിൽ റദ്ദാക്കുകയോ ചെയ്തത്. ടിക്കറ്റിനായി വൻ തുക നൽകി യാത്രക്കാർ ഈ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും സമയത്ത് വിവരങ്ങൾ അറിയിക്കാനോ ഭക്ഷണവും അതോടൊപ്പം തന്നെ താമസ സൗകര്യം ഒരുക്കാനോ ഈ ഒരു വിമാന കമ്പനികൾ തയ്യാറാകുന്നില്ല എന്ന പരാതിയും ഉണ്ട്. കൗണ്ടറിൽ ബഹളം വെച്ച ശേഷമാണ് ഈ സൗകര്യങ്ങൾ ലഭിക്കുന്നത്. തിരക്കേറിയ ഈ ഒരു സീസണിൽ പ്രവാസികളുടെ യാത്ര ദുരിതമാക്കുകയാണ് വിമാന കമ്പനികൾ എന്ന പരാതി വ്യാപകമായി ഉയരുന്നുണ്ട്. ദിവ്യ.